ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഷെൽഫൊക്കെ ഒന്ന് വെറുതെ തപ്പി നോക്കിയപ്പോൾ ഡാമി കുട്ടിയുടെ ബർത്ത്ഡേക്ക് ഞാനൊരു അരങ്ങ് പോലെ തൂക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോ ഒട്ടിക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഈ 1 മന്ത് മുതൽ 12 മന്ത് വരെ ഉള്ളത്, അങ്ങനെ കുറേ മിനി ഫോട്ടോസൊക്കെ അത് ഒട്ടിച്ചിട്ട് തൂക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊരു ഫോട്ടോ കാണുന്നില്ല, അത് അപ്പും ആമിയും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു. അത് അവൾ എടുത്തിട്ട് പോയി എന്നാണ് തോന്നണേ. അപ്പോൾ വിചാരിച്ചു വെറുതെ ഇത് പൊടി പിടിച്ച് കിടക്കല്ലെന്ന് നമുക്കിത് ചെമ്മരുമ്മിൽ ഒട്ടിച്ചാലോ എന്ന്. അപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്, നമ്മൾ ഈ സ്റ്റെപ്പ് കയറുന്നിടത്തുണ്ടല്ലോ, ഇങ്ങനെ ഓരോരോ ഭാഗങ്ങളായിട്ടാണല്ലോ ഉള്ളത്. അപ്പോൾ അവിടുന്ന് മുതൽ ഈ താഴെ മുതൽ മുകളിൽ വരെ ഈ 12 സ്റ്റെപ്പുകളുണ്ടല്ലോ. അപ്പോൾ നമുക്കിത് അങ്ങനെ ഒട്ടിച്ച് അറേഞ്ച് ചെയ്താലോ എന്ന് ജസ്റ്റ് ഒരു ഐഡിയ തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വെറുതെ ഇരിക്കുകയല്ലേ, അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന്. ടേബിളൊക്കെ ആകെ വൃത്തികേട് അലങ്കോലമായിട്ട് കിടക്കുകയാണ് കേട്ടോ. കാരണം എൻ്റെ മറ്റേ സ്റ്റഡിയുടെ സാധനങ്ങളും പിന്നെ നാമിക്കുട്ടിയുടെ എന്തൊക്കെയോ സാധനങ്ങളും ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ 1 മന്ത് 2 മന്ത് എന്നൊക്കെ എഴുതിയ ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടോ. കാരണം അതൊക്കെ ആകെ ചുക്കി ചുളിഞ്ഞ് ആകെ വൃത്തികേടായിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഇങ്ങനെയാണ് കേട്ടോ അറേഞ്ച് ചെയ്തേക്കണത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. വീട്ടിൽ വന്നവരൊക്കെ ഹായ് നല്ല രസമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് ആമിക്കുട്ടി ആ ഗന്ധം വിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ആമിക്ക് പാല് കുടിക്കണം, വെള്ളം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കരയാണ് അവൾ കിടന്നിട്ട്. എന്നാൽ അവൾക്ക് ഞാൻ പാലൊക്കെ കൊടുത്തപ്പോൾ അവൾ കിടന്ന് ഉറങ്ങുകയും ചെയ്തു കേട്ടോ. ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല, 31 മണിയാകുമ്പോൾ എണീറ്റതിന് ശേഷം പിന്നെ അവൾ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അത് കാരണം ഭയങ്കര ഉറക്കക്ഷീണമുണ്ട്. അപ്പോൾ അവളങ്ങനെ കിടന്നുറങ്ങി. അപ്പോൾ എനിക്ക് നല്ല വിശപ്പ്. അപ്പോൾ ഞാൻ വിചാരിച്ചു മാഗി ഉണ്ടാക്കി കഴിക്കാമെന്ന്. അത് മാഗിയൊക്കെ ഉണ്ടാക്കി കഴിച്ചപ്പോൾ ഉണ്ട് 30 എണീറ്റ് വന്നിറക്കണം. അപ്പോൾ എന്നാൽ ആമിക്കുട്ടി ഞാനും കൂടി ഒന്ന് കളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവളിൻ്റെ പിന്നാലെ ഓടിപ്പിടുത്തക്കളിയൊക്കെ കളിക്കുകയാണ് കേട്ടോ, ഞാനും ആമിക്കുട്ടിയും കൂടിയിട്ട്. ഇനി മാമൻ്റെ അവിടേക്ക് പോകണം, സുനി മാമൻ്റെ അവിടേക്ക് പോകണം. ഇന്ന് അവിടെ നിന്നാണ് കേട്ടോ നൈറ്റ് ഫുഡൊക്കെ വെക്കാമെന്ന് വിചാരിച്ചേക്കണത്. പൊറോട്ടയും ചിക്കൻ കറിയും വെക്കാമെന്നൊക്കെയാണ് കേട്ടോ വിചാരിച്ചേക്കണത്. അപ്പോൾ ഏട്ടൻ ചിക്കൻ മേടിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനും ആമിക്കുട്ടി നല്ല കളിയിലാണ്. അതിൻ്റെ ഇടയ്ക്ക് അവളൊരു വീഴ്ചയൊക്കെ കഴിഞ്ഞിട്ട്, അപ്പോൾ വീഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ കളിക്കാൻ അവൾക്കൊരു മൂടില്ല. അപ്പോൾ വേഗം എൻ്റെ ഒക്കത്തൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അപ്പൂൻ്റെ അവിടേക്ക് പോയപ്പോൾ അപ്പു നല്ല ചിക്കൻ ന്യൂഡിൽസ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ മേടിച്ച് ചിക്കനിൽ നിന്ന് കുറച്ച് പീസ് മാറ്റിയിട്ട് അവളിങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, സോസൊക്കെ ചേർത്തിട്ട്. അത് ചിക്കൻ ന്യൂഡിൽസാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ചിക്കൻ ന്യൂഡിൽസ് ഇങ്ങനെ ചിക്കൻ്റെ പീസൊക്കെ ഇട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ആ പാത്രം പ്ലേറ്റിലേക്കൊന്നും ഇടാൻ നിന്നില്ല. പ്ലേറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഭാഗം വെച്ച് കഴിഞ്ഞാൽ അടിയാവും. ആദ്യം ആര് കഴിച്ച് തീർത്തു, അവസാനം ആര് കഴിച്ച് തീർത്തു എന്നൊക്കെ പണ്ട് ഭയങ്കര അടിയാവും. അപ്പോൾ ചോദിച്ചു പ്ലേറ്റിലേക്കൊന്നും ഇടണ്ട, അതിൽ തന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് അമ്മനെ കഷ്ണങ്ങളൊക്കെ നുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ചെറുതായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്തു. അമ്മ അപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ ഇതാ കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുക്കറിൻ്റെ വിസിൽ കേട്ടിട്ട് നമ്മുടെ മൂപ്പത്തിക്ക് ആമിക്കുട്ടിക്ക് ജസ്റ്റ് ഒന്ന് പേടിയായി. അപ്പോൾ വേഗം അമ്മമ്മയുടെ ഒക്കത്ത് കയറി ഇരിക്കുകയാണ് കേട്ടോ. കുക്കറിൻ്റെ വിസിൽ ചില സമയത്ത് അവൾക്ക് പേടിയാണ്, ചില സമയത്ത് ഇരുന്ന് ചിരിക്കാറുണ്ട് കേട്ടോ അവൾ. അപ്പോൾ ഇതാ സവാളി ഉരുളക്കിഴങ്ങൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതരിയണം. അതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മുടെ മാഗി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇതാ ബിസ്ക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഡ്രീം എന്തോ ഒരു ബിസ്ക്കറ്റിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല, ഓർമ്മയില്ല. നല്ല ടേസ്റ്റിനായിരുന്നു, ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ആയിരുന്നു. അപ്പോൾ ആമിക്കുട്ടിയും ഒരെണ്ണം കഴിക്കുന്നുണ്ടായിരുന്നു. ഏട്ടൻ ഇതാ അവിടെ മൊബൈലും കളിച്ചുകൊണ്ട് കിടക്കുന്നുണ്ട്. ഞാനിപ്പം തകൃതിയായിട്ട് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മയും കൂടി അടുക്കളയിൽ തകൃതിയിലുള്ള പണിയിലാണ്. അത് അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഏട്ടൻ ആനപ്പുറത്ത് ഇരുത്താമെന്ന് പറഞ്ഞിട്ട് 2 കൂടി വലിഞ്ഞ് കയറിയിട്ടുണ്ട്. ആമിക്കുട്ടിയാണെങ്കിൽ എന്താ പറയുക, ചമ്മന്തി ആയ പോലെ 2 ഇടയിൽ പോയിട്ട് ചമ്മന്തി ആയ പോലെ എൻ്റെ കുട്ടി ഇങ്ങനെ പതിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. ഈ വൈകുന്നേര സമയങ്ങളിൽ ഇങ്ങനെ എല്ലാവരും കൂടി ഒത്തുകൂടിയിട്ട് കളിയും ചിരിയും ഒക്കെ ആകുമ്പോൾ പ്രത്യേക രസമാണ് അല്ലേ. പറയാൻ പറ്റാത്ത ഫീൽ തന്നെയാണ്. ആരും ഇല്ലാണ്ട് ഇങ്ങനെ വെറുതെ ഇരുന്ന് ഇങ്ങനെ ഫോണിൽ കളിക്കുക, TV കാണുക, നമ്മുടേതായിട്ട് പണികൾ തീർക്കുക, അത്ര തന്നെയല്ലേ ഉള്ളൂ എല്ലാ ദിവസവും. അപ്പോൾ ഒരു ദിവസമൊക്കെ ഇങ്ങനെ വെറൈറ്റി ആകുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ ഞങ്ങൾ പൊറാട്ടയും ചിക്കൻ കറിയൊക്കെ കഴിച്ചപ്പോൾ ശേഷം ഏട്ടൻ നല്ല തണുത്ത ഐസ് കൊടുന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്താ പറയുക, ഞാൻ മാംഗോ ഫ്ലേവറാണ് എടുത്തത്. പിന്നെ അപ്പു ഇതാ മാംഗോ ബാർ അല്ല, ചോക്ലേറ്റ് ഇതുണ്ടല്ലോ, ചോക്ലേറ്റ് ബാർ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. വീട്ടിലോട്ട് പോയപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര കാലുവേദന. നമ്മുടെ കേരളപ്പഴനിക്ക് പോയിട്ടേ അപ്പോൾ ഷോൾഡറും കാലൊക്കെ ഭയങ്കര വേദന. കുറേ നേരം ബൈക്കിലൊക്കെ ഇങ്ങനെ ഇരുന്ന് ശീലമില്ല എന്നല്ല, ശീലം ഉണ്ടായിരുന്നു മുന്നേയൊക്കെ. പക്ഷെ ഇപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനെ ബൈക്കിലൊന്നും അങ്ങനെ പോകലില്ലല്ലോ, കുറേ ദൂരമൊന്നും അങ്ങനെ പോകാറില്ല. അപ്പോൾ അതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയി കിടന്നുറങ്ങട്ടെ. ടാറ്റാ ബൈ ബൈ, സീ യു.